ഇന്ന് രാവിലെ നമ്മുടെ ഫായിയും ജാസ്മിനും തമ്മിൽ വല്ലാത്തൊരു വഴക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടു. ജാസ്മിന് യാതൊരു കാര്യമില്ലാതെ ഫായിയെടുത്ത് അങ്ങോട്ട് കയറി ചോദിച്ച ഒരു വഴക്ക് തന്നെയാണത്. അപ്പോൾ അതിനകത്ത് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫായി ഇവിടെ ഒരു വേറെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, പലരോടും സംസാരിക്കുന്നത് പിണക്കാതെ ഒരു ഷുഗർ കൂട്ടി ചെയ്താണ് സംസാരിക്കുന്നത് എന്നാണ് ജാസ്മിൻ ഫായിയോട് പറയുന്നത്. അത് നമുക്ക് തോന്നുന്നുണ്ട്, ഫായി എപ്പോഴും ആരെയും പിണക്കാതെ ഒരു ഫോപ്പിട്ട രീതിയിൽ തന്നെയാണ് പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ജാസ്മിൻ തുറന്നടിച്ച് ഫായിയോട് പറയുന്നുണ്ട്. പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഫായി പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും എല്ലാവരുടെയും മുഖത്ത് നോക്കണം, അതുപോലെ അങ്ങനെ സംസാരിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അന്നേരം വേറെ പല കാര്യങ്ങളും ജാസ്മിൻ എടുത്തിരുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയൊരു വഴക്കിലേക്ക് കലാശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഋഷിയെ പിടിച്ചിരുന്നുണ്ട്. അഭിഷേക് വന്ന് ജാസ്മിനോട് കൂട്ടിയിരിക്കുന്നുണ്ട്. ജാസ്മിൻ അന്നേരം പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിഷേക് നീ എന്തിനാണ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം മാറി ജിൻഡോയും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ജിൻഡോ ഇതൊന്നും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പം ഫിജോ നിൽപ്പുണ്ട് ഇങ്ങനെ. അപ്പം ഫായിയും ജാസ്മിനും തമ്മിൽ ഇങ്ങനെ പൊരിഞ്ഞ വഴക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ അഭിഷേക് പോയി അൻഫിബയോടും നോറയും എല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെ ജാസ്മിനും ഫായിയും തമ്മിൽ അവിടെ ഒരു പൊരിഞ്ഞ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഇതിങ്ങനെ തർക്കം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ അഭിഷേക് പറയുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ജിൻഡപ്പൻ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, ഇത് ഞാൻ കൊടുത്ത പണിയാണ്, എൻ്റെ ദൗത്യം വിജയിച്ചു എന്നുള്ള രീതിയിൽ ജിൻഡപ്പൻ സംസാരിച്ചതായിട്ടും അഭിഷേക് പറയുന്നുണ്ട്. അപ്പം ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്താണ് ജിൻഡോ കളിച്ചൊരു ഗെയിം എന്താണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ജിൻഡോ ഇന്നലെ രാത്രിയിൽ ജാസ്മിനുമായിട്ട് കൂടിച്ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്നേരം ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളും നമ്മൾ ഓർമ്മ വന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ആൾക്കാരെല്ലാം കമൻ്റായിട്ട് പറഞ്ഞു, ജിൻഡോ ശ്രദ്ധിക്കണം, ജാസ്മിൻ ചതിക്കാൻ സാധ്യതയുണ്ട്, അവളെ വിശ്വസിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. നമ്മളും വിചാരിച്ചു ജിൻഡോയുടെ പുറപ്പാടെന്താണ്. പിന്നെ ജിൻഡോ ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഗെയിം കാണാതെ ജിൻഡോ കളിക്കത്തില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജിൻഡോ ജാസ്മിനെ പറഞ്ഞ് ഇളക്കുന്നുണ്ട്, നീയും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ അതെങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് നെഗറ്റീവായിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത്. ഒരുപക്ഷെ അത് നല്ല രീതിയിലാക്കാമായിരുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് അത് റിയലാണോ ഫേക്കാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാണ് പോയത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര നെഗറ്റീവ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ എൻ്റെ ഗെയിം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം ജിൻഡോ പറയുന്നൊരു മറുപടി ഉണ്ട്, ഇപ്പോഴത്തെ ഗെയിം വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഇച്ചിരി കൂടെ ആക്റ്റീവ് ആകണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം, എപ്പോഴും ആക്റ്റീവായി നിൽക്കണം, എല്ലാവരുമായിട്ട് സംസാരിച്ച് നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും എല്ലാം കയറി ഇടപെടണം, എങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ജിൻഡോ ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു, എന്തിൻ്റെ പുറപ്പാടാണ് ജിൻഡോ ഈ കാണിക്കുന്നത് എന്ന് നമ്മൾ പുറപ്പെട്ടു. എന്താ നമ്മളെ ജിൻഡോയും ജാസ്മിനും കൂടെ ചേറി പുതിയൊരു കോംബോ ഉണ്ടാക്കാൻ പോകുന്നോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജിൻഡോയുടെ ഗെയിമായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ജിൻഡോ അഭിഷേകിനോട് പറയുന്നുണ്ട്, ഇവള് ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വായിൽ നല്ലതൊന്നും വീഴത്തില്ല, ഇവിടെ വായിലെ വാക്ക് കേട്ടിട്ട് കഴിഞ്ഞാൽ 10 വോട്ടെങ്കിലും കുറയും എന്ന്. അപ്പം ജാസ്മിൻ ഇട്ട് കൊടുത്തൊരു പണിയാണ് ജിൻഡോ ഇത്. ജിൻഡോയ്ക്കറിയാം ഇതുപോലെ ജാസ്മിനും സായിയും അഭിഷേകും എല്ലാവരുമായിട്ട് സാധാരണ ജിൻഡോ ആയിട്ടാണ് ജാസ്മിൻ കോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇപ്പം വീട്ടുകാർ വന്നതിന് ശേഷം അത് നെഗറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് പുറത്ത് ജിൻഡോ ആയിട്ട് കൂട്ടി ചോദിക്കാറില്ല. അതിന് ജിൻഡോ കൊടുത്തൊരു പണിയാണിത്. ഈ ഗെയിമിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സായിയും പെട്ടുപോയി, ജാസ്മിനും പെട്ടുപോയി, അഭിഷേക് എന്താണെന്നറിയാതെ ആകെപ്പാടെ വീഴ്ചയിരിക്കുന്നു. അഭിഷേക് ഇതെല്ലാം തന്നെ നമ്മൾ അൻഫിബയോടും ഋഷിയോടും നോറയോടും എല്ലാം പറയുന്നുണ്ട്, ജിൻഡപ്പൻ ഇങ്ങനെ പറഞ്ഞു, ജിൻഡപ്പൻ കൊടുത്ത പണി ഏറ്റു എന്ന് ജിൻഡപ്പൻ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരും ഇങ്ങനെ കണ്ണു പിടിച്ചിരിക്കുന്നു.